വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്രകാരത്തിൽ കൂടി വരുവാനിടയായല്ലോ. നമ്മൾ ഓർത്തതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സമൂഹമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കാനും ആ സ്ഥിതിയെ ഓർത്ത് ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാനുമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ദൈവാത്മാവിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവജനത്തോട് പ്രധാനമായുള്ള ബന്ധത്തിലാണ്. മറ്റുള്ളവരോടുമുണ്ട്, എന്നാൽ മെയിൻലി ദൈവമക്കളോടുള്ള ഒരു ആലോചന ഇന്നത്തെ ചിന്തയിൽ പ്രധാനമായിട്ടുമുണ്ട്. ആ ചിന്തയോടുള്ള ബന്ധത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു സന്ദേശം തുടക്കത്തിലേ ഉള്ളത്, ഐ ലവ് യു. അത് കേട്ട നിങ്ങളിൽ എത്ര പേർ തിരിച്ച് വി ലവ് യു ടു എന്ന് എന്നോട് പ്രതികരിച്ചു എന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം ആ ഒരു ഭാഷാ പ്രയോഗം ബന്ധങ്ങളോടുള്ള ബന്ധത്തിലാണ് നമ്മളത് ഉപയോഗിക്കാറുള്ളത്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട്, സഹോദരങ്ങൾ തമ്മിൽ, സ്നേഹിതർ തമ്മിൽ, ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ ഒക്കെ നമ്മളത് വളരെ മാന്യമായി ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. തിരിച്ചുള്ള പ്രതികരണം എപ്പോഴും അതാണ്, വി ലവ് യു ടു. എന്നാൽ 2400 വർഷങ്ങൾക്ക് മുമ്പ് യഹോവയാം ദൈവം താൻ തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അരുളി ചെയ്ത ഒരു കാര്യം മലാക്കി പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മലാക്കി പ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മളത് 1-ാമത്തെ വാക്യത്തിൽ തന്നെ അതാ കാണുന്നത്. പക്ഷെ അവരുടെ പ്രതികരണം ലോർഡ് വി ലവ് യു ടു എന്നായിരുന്നില്ല. കർത്താവെ, ഞങ്ങളും നിന്നെ സ്നേഹിക്കുന്നു എന്നായിരുന്നില്ല അവർ തിരിച്ച് യഹോവയോട് പറയുന്നത്. പകരം നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്നൊരു മറുചോദ്യമാണ് മത്സരികളായ ഇസ്രായേൽ മക്കൾ യഹോവയോട് ചോദിച്ചത്. കേട്ടിട്ട് പേടി തോന്നുന്നല്ലേ? ദൈവത്തോട് മറുചോദ്യം ചോദിക്കുക, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു? സർവശക്തനായ ദൈവത്തോട്, അതും നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തു വരുന്ന ദൈവത്തോട് ഇങ്ങനെ ചോദിക്കാൻ കൃമികളായി നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ്? ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നൊക്കെ തിരുവചനം നമ്മളോട് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അവർക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ ദീർഘക്ഷമയും അതുല്യമായ സ്നേഹവുമാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. വാസ്തവത്തിൽ നമ്മൾക്ക് നൽകപ്പെട്ട 66 പുസ്തകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് അവൻ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള സന്ദേശമാണ്. ഞാൻ സാധാരണ ഓർപ്പിക്കാറുള്ളത് പോലെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനത്തിലെ എല്ലാ വാക്യങ്ങൾക്കും ഒരു ചരിത്ര സ്വഭാവം ഉള്ളപ്പോൾ തന്നെ ജീവനും ചൈതന്യവുമുള്ള ഈ ദൈവവചനം വർത്തമാനകാലത്തിൽ പരിശുദ്ധാത്മാവിലൂടെ നമ്മളോടാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇത് കേൾക്കാൻ. അതുകൊണ്ട് ഇന്ന് ദൈവവചന ഭാഗത്തിലൂടെ ദൈവം നമ്മളോട് പറയുക ചില കാര്യങ്ങൾ. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. അതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? ഇസ്രായേൽ മക്കളെ പോലെ അല്ലെങ്കിലും, നമ്മൾ മത്സരിച്ച് ദൈവത്തോട് ചോദിക്കുകയല്ലെങ്കിലും, അവൻ്റെ മക്കളെന്ന നിലയിൽ നമ്മൾക്കുമില്ലേ ദൈവത്തോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ? നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ ആ പ്രാർത്ഥനയ്ക്കും ഈ പ്രാർത്ഥനയ്ക്കും ഒക്കെ നീ എന്താ ഉത്തരം തരാത്തത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ രോഗത്തെക്കുറിച്ച്, ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ കുടുംബം, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളിൽ ദൈവമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും നീ മിണ്ടാതിരിക്കുന്നു. എന്നിട്ടും നീ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്നാണോ പറയുന്നത്? എനിക്കറിയാം നിങ്ങളിൽ ചിലരെങ്കിലും എന്നോടൊപ്പം ഈ ചോദ്യങ്ങൾ മനസ്സിലെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പ്രവാചകനിലൂടെ ദൈവം അവരെ ഓർപ്പിക്കുന്നത്
ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അതുകൊണ്ട് അതിന്റെ ടെൻസ് മനസ്സിലാവും. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് ലവ്ഡ് യു. നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് സമ്പൂർണ്ണ വർത്തമാന കാലം അല്ലെങ്കിൽ അതിന്റെ വർത്തമാനത്തിന്റെ ക്രിയ ഭൂതകാലത്തിൽ ആരംഭിച്ചതും വർത്തമാനകാലത്ത് പ്രസക്തമായി തുടരുന്നതുമായ ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ഭൂതകാലത്തിൽ തുടങ്ങി വർത്തമാനകാലത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ദൈവം അവരോടും ഇന്ന് നമ്മളോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മലാക്കിയിലൂടെ ഇസ്രായേൽ ജനത്തിന് ധാരാളം തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ദൈവം അവരെ അപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് അവരുടെ തിരുത്താനുള്ള കുറെ കാര്യങ്ങൾ ദൈവം പറയുന്നുണ്ട്. ദൈവം അവരെ സ്നേഹിക്കുന്നത് പോലെ അവർക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിലെ ഇത് അവരോട് പറഞ്ഞത്. അവരവരെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ യോഹന്നാൻ 14:15 പറയുന്നത് പോലെ അവർ അവന്റെ കൽപ്പനകൾ പാലിക്കുമായിരുന്നു. യേശു കർത്താവ് അതാണല്ലോ അവിടെ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. നോക്കണേ, ആ 14-ാം അധ്യായം നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കണം. അവിടെ ആ കൽപ്പനകൾ അനുസരിച്ചാൽ ലഭിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളിൽ വസിക്കും. അതുകൂടാതെ പിതാവാം ദൈവവും പുത്രനാം ക്രിസ്തുവും നമ്മളിൽ വന്ന് വസിക്കുമെന്ന് തുടർന്ന് അങ്ങോട്ട് പറയുന്നുണ്ട്. അതല്ല ഇന്നത്തെ എൻ്റെ വിഷയം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കൽപ്പനകൾ അനുസരിച്ചേനെന്ന് ദൈവം ഓർപ്പിക്കുക. ഇസ്രായേൽ മക്കള് പക്ഷേ താഴോട്ട് തിരുത്തലുകൾ പറയുമ്പോൾ അതിനെല്ലാം തന്നെ ദൈവത്തോട് മറുചോദ്യം ചോദിക്കുക. ഏതാണ്ട് 7 ചോദ്യങ്ങൾ മലാക്കിയുടെ പ്രവചനത്തിൽ നമുക്ക് അങ്ങനെ കാണാം. ഈ ചോദ്യങ്ങൾ അവരുടെ സംശയവും മറുതലിപ്പും പാപവും നിറഞ്ഞ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതെല്ലാം വിശദീകരിക്കാൻ ഇന്ന് നമ്മുടെ മുമ്പിൽ സമയമില്ല, ഞാനത് മുതിരുന്നുമില്ല. അവരുടെ ആദ്യത്തെ ചോദ്യം ദൈവം എങ്ങനെയാണ് തങ്ങളോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കിയതെന്നായിരുന്നു. ഏത് വിധത്തിലാണ് നീ ഞങ്ങളെ സ്നേഹിച്ചത്? സാധാരണ നമ്മൾ ആരെക്കുറിച്ചെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ പോലും അത് പുറമേ പറയാൻ നമ്മൾ ആരും അങ്ങനെ തുറന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യാറില്ല. നമുക്കത് അത് അത് നമ്മുടെ മര്യാദയ്ക്ക് ചേർന്നതല്ല. എന്നാൽ ഇവിടെ അത് തുറന്ന് ചോദിക്കുക, ദൈവമേ, നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത്? ഇവിടെ ഭൂതകാലത്തിൽ ദൈവം അവരെ തെരഞ്ഞെടുത്തത് ഓർപ്പിച്ചുകൊണ്ടാണ് അവന്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവം അവരോട് മറുപടി പറയുന്നത്. ദൈവോട് ദേഷിക്കുന്നതിന് വരെ മറുപടി കൊടുക്കുന്നുണ്ട്. കർത്താവ് പറയുക, ഏശാവിനെ ദേഷിച്ച് യാക്കോബിനെ സ്നേഹിച്ച ചരിത്രം അതവർ അവരെ ഓർപ്പിക്കുക. അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്നും അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഇഷ്ടപ്പെട്ടവരുമായി തുടരുന്നുവെന്നും അവർ മനസ്സിലാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ദൈവസ്നേഹത്തിന്റെ അത്ഭുതകരമായ കരുതൽ കാണാൻ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒന്ന് ഓർത്താൽ മതി. നാം ഉണ്ടാകുന്നതിന് മുൻപ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തുവെന്നും അവൻ നമ്മെ തിരഞ്ഞെടുക്കുന്നതിനും സ്നേഹിക്കുന്നതിനുമുള്ള കാരണങ്ങൾ നമ്മിലല്ല അവനിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തുവെന്ന അറിവാണ് അവനുമായുള്ള നമ്മുടെ നടത്തത്തിന് ധൈര്യവും ആത്മവിശ്വാസവും നമ്മൾക്ക് നൽകുന്നത്. റോമർ 5:8 പറയുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നുവെന്നാണ്. ഏശാവിനേക്കാൾ യാക്കോബിനെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ശക്തവും മികച്ചതുമായ ഒരു ഉദാഹരണമാണ്. അവരുടെ വല്യപ്പനായിരുന്ന അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം വഹിക്കാൻ ദൈവം ഏശാവിനു പകരം യാക്കോബിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. യാക്കോബും ഏശാവും ഇരട്ടകളായിരുന്നെങ്കിലും ഏശാവാണ് ആദ്യം ജനിച്ചതെന്ന് ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിന് പ്രകാരം ഏശാവിനായിരുന്നു അതിനുള്ള കൂടുതൽ സാധ്യത ജ്യേഷ്ഠാവകാശം കിട്ടുവാൻ. എന്നിരുന്നാലും യാക്കോബിനെയാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ ഉൽപ്പത്തി 25:23 പറയുന്നത്,
അവനും ഏശാവും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഈ തെരഞ്ഞെടുപ്പ് നടത്തിയെന്നാണ്. ദൈവത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ കഥ നമ്മയൊക്കെ വല്ലാതെ അലട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ, എങ്കിലും ഒരു പായസം കുടിക്കാൻ പോയതിന്റെ പേരിൽ ഏശാവിനോട് ദൈവം ഇത്ര കഠിനമായി പെരുമാറണമായിരുന്നു? നമ്മുടെ അല്പബുദ്ധിയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരിക്കല് നമ്മെപ്പോലെ ഒരു സഹോദരി സ്പർജൻ, പ്രശസ്തനായ സ്പർജനോട് ഇക്കാര്യം പറഞ്ഞു. അവൾ പറയുക, ദൈവം ഏശാവിനെ വെറുക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല സാറേ. അതിന് സ്പർജൻ പറഞ്ഞ മറുപടി കേൾക്കണോ? സഹോദരി, എന്നെ അലട്ടുന്നത് ഏശാവിന്റെ കാര്യമല്ല, ദൈവത്തിന് യാക്കോബിനെ എങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കുന്നതാണ് എന്നെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. യാക്കോബിനെ അവൻ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അത് സ്പർജന്റെ വാക്കുകളാണ്. വാസ്തവത്തിൽ ഈ മറുപടി ഞാൻ കേട്ടപ്പോഴാണ് ഏശാവിനെ കുറിച്ചുള്ള എൻ്റെ എല്ലാ സഹതാപ ചോദ്യങ്ങളും ഇല്ലാതെയാക്കിയത്. എൻ്റെ ചോദ്യം ഇപ്പോൾ എന്നെക്കുറിച്ച് തന്നെയാ. ദൈവത്തിന് ഈ ബെഞ്ചമിനെ എങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞു? ദൈവത്തിന് ബെഞ്ചമിനെ എങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു? ഈ ബെഞ്ചമിന് വേണ്ടി അവന്റെ ഓമനക്കുമാരനെ കാൽവറിയുടെ കൊലമരത്തിൽ യാഗമാക്കിയത് എങ്ങനെയാ? ഓ, ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമേ! ഓ, ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ! അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാണെന്ന് പൗലോസിനോടൊപ്പം നമ്മൾക്കും അത് ഏറ്റുപറയാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ ചിന്തിച്ചാൽ ഏശാവിനോടുള്ള എല്ലാ വിഷമവും നമുക്കങ്ങ് മാറും. ദൈവം അനീതിയല്ല കാണിച്ചതെന്ന് നമുക്ക് ആ കാര്യങ്ങൾ ശരിക്കും ബോധ്യമാകും. അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുമ്പോഴും പിന്നെ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നുണ്ട്, അതൊരു വസ്തുതയല്ലേ, ഏശാവിനോട് അങ്ങനെ കാണിക്കാമായിരുന്നു. ആ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തിരുവചനം പറയുന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെ നമ്മളെ തിരഞ്ഞെടുത്തത്? റോമർ 8:29 പറയുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അവിടുത്തെ മുന്നറിവിലാണെന്നാണ്. ദൈവം മുന്നറിഞ്ഞവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമായി ഞാൻ കണ്ടെത്തിയ ഒരു വ്യക്തി ഇസ്കുരിയത്ത യൂദയാ. യേശു കർത്താവ് അവനെ മുന്നറിഞ്ഞ് തന്നെയാണ് 12 പേരിൽ ഒരാളായി ഉൾപ്പെടുത്തിയിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിമർശകർ പറയുന്നത് പോലെ ദൈവം അവനെ അതിനായിട്ട് സൃഷ്ടിച്ചതൊന്നുമല്ല, മറിച്ച് ദൈവമായ യേശു അവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് മുന്നറിഞ്ഞുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലേക്ക് അവനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. യോഹന്നാൻ 6:70 ആ മുന്നറിവിനെ കുറിച്ച് യേശു അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശിഷ്യന്മാരോട്. നിങ്ങളെ 12 പേരെ അല്ലയോ ഞാൻ തെരഞ്ഞെടുത്തത്? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു. ഇതവൻ സീമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദയെ കുറിച്ച് പറഞ്ഞുവെന്ന് യോഹന്നാൻ അവിടെ സ്പഷ്ടമായി രേഖപ്പെടുത്തി. അപ്പോൾ ശിഷ്യന്മാർക്കത് മനസ്സിലായി. മുൻപേ യേശു അവരോട് പറഞ്ഞ കാര്യം. അവനെ അവരുടെ പണസഞ്ചി സൂക്ഷിപ്പുകാരനാക്കിയതും അവനൊരു കള്ളനാണെന്നും പണസഞ്ചിയിൽ നിന്ന് അവൻ മോഷ്ടിക്കുമെന്നും മുന്നറിഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നു. 12-ാം അധ്യായത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. ഇനി മന്ത്യത്താഴ വേളയില് 13:18 ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു, എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവൃത്തി വരണമെന്ന് യേശു പറയുന്നത്. അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് 26-27 വാക്യത്തിലേക്ക് വരുമ്പോഴാ. അത് താൻ അപ്പക്കണ്ണം മുക്കിക്കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു പറഞ്ഞുകൊണ്ട് ആ കണ്ണം മുക്കി അവന് കൊടുത്തിട്ട് പറയുക, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. യൂദയെക്കുറിച്ച് പറയാനല്ല ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നേ, മറിച്ച് യേശുവിൻ്റെ മുന്നറിവിനെ കുറിച്ച് വെളിപ്പെടുത്താനാണ്. യേശുവിലെ ദൈവത്വത്തെ
യോഹന്നാന്റെ സുവിശേഷം തുടക്കത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ടല്ലോ. യോഹന്നാൻ ദൈവത്തോടു കൂടെ ആയിരുന്ന വചനമാണ് അവൻ, അവൻ ദൈവമായിരുന്നു. അതുകൊണ്ട് 2-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുക, മനുഷ്യനിലുള്ളത് എന്ത് എന്ന് അവൻ സ്വതവേ അറിയുന്നവനാണ്. 3-ാം അധ്യായത്തില് നിക്കോദിമോസുമായുള്ള സംഭാഷണത്തില് അത് പിന്നെ യോഹന്നാൻ പ്രൂവ് ചെയ്യുക. ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം അങ്ങ് മുന്നോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ യേശാവിനെ കുറിച്ചും നമ്മൾക്കറിയാത്ത പല കാര്യങ്ങളും ദൈവം മുന്നറിഞ്ഞ് തന്നെ ആയിരിക്കും അവനെ തള്ളിക്കളഞ്ഞതെന്ന് ഈ ഉദാഹരണത്തിൽ കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറയാനാ. യാക്കോബിനെ അങ്ങനെയാണ് അവിടുന്ന് തെരഞ്ഞെടുത്തത്. അതുമല്ല, ദൈവം സോവറിനായതുകൊണ്ട് അവന്റെ പരമാധികാരത്തിൽ ദൈവം യാക്കോബിനെ അല്ലെ ഒരാളെ തെരഞ്ഞെടുക്കാൻ അത് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു അവകാശമാണ് ദൈവത്തിൻ്റെ എന്ന് ചിന്തിക്കുന്ന വേദപണ്ഡിതന്മാരുമുണ്ട്. എന്നാലും എന്തായാലും ദൈവം എന്നെ തെരഞ്ഞെടുത്തത് അവിടുത്തെ മുന്നറിവിൻ പ്രകാരമായിരുന്നുവെന്ന് വിശ്വസിക്കാനാണ് എനിക്കേറെ ഇഷ്ടം. ദൈവം എന്നെ തെരഞ്ഞെടുത്തോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ അവനിൽ വിശ്വസിക്കുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിൽ കെട്ടിവെക്കാമെന്ന് ആരും കരുതരുത്. തിരുവചനം പറയുന്നത് ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തുവെന്നാണ്. എഫെസ്യർ 1:4 അത് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണെന്ന് ഇവിടെ വ്യക്തമായി പറയുക. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് 1:12 യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നുവെന്ന്. ഈ ഉറപ്പ് നമുക്ക് മനുഷ്യവർഗത്തിന് നൽകിയിരിക്കുക. ഞാനൊരു മർമ്മം കൂടി നിങ്ങളോട് പറയാം. കാലസമ്പൂർണതയില് സ്ത്രീയുടെ സന്തതിയായ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ക്രൂസിൽ യാഗമായിട്ട് 2000 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ കണക്കിൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടാണവൻ. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം 13:8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നോക്കണേ, ദൈവത്തിന്റെ മുന്നറിവിൽ ആദ്യ മാതാപിതാക്കൾ അടക്കം പാപം ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നതിനാൽ മനുഷ്യവർഗത്തിനു വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ തൻ്റെ പുത്രനെ ഒരുക്കി നിർത്തിയിട്ടാണ് ഏദനിൽ അവരെ സൃഷ്ടിച്ചാക്കിയത്. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തതിനാൽ ലോകസ്ഥാപനം മുതൽ അവൻ അറുക്കപ്പെടുകയായിരുന്നു. അവന്റെ യാഗത്തിലൂടെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരുണ്ട് എന്ന് വ്യക്തമായിട്ട് 13:8 വെളിപ്പാട് 13:8 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാനുഷിക ബുദ്ധി കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പ്രയാസമെങ്കിലും ദൈവത്തിന്റെ വചനം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് സത്യമാണ്. അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരാരും നിത്യതയിൽ കാണുകയില്ലെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തില്ല എന്ന് ഒഴികഴിവ് പറഞ്ഞ് ആർക്കും രക്ഷപ്പെടാൻ അവന്റെ ഓഫർ തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ലോകസ്ഥാപനം മുതൽ അവർക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ യാഗത്തിൽ വിശ്വസിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതാൻ നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ടെന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ദൈവം ഇസ്രായേൽ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന അവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം ഒരപ്പൻ മക്കളോടെന്ന പോലെ ദൈവം അവരോട് പിന്നെയും ചോദിക്കുക, നിങ്ങളെല്ലാം എന്നെ അപ്പനെന്നാണല്ലോ വിളിക്കുന്നത്, എന്നാൽ ഞാൻ നിങ്ങളുടെ അപ്പനെങ്കിൽ എന്നോടുള്ള നിങ്ങളുടെ ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള നിങ്ങളുടെ ഭക്തി എവിടെ? നോക്കണേ, നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ഇത് പറഞ്ഞാൽ തന്നെ മനസ്സിലാകുകയില്ല. അപ്പൻ എന്നതിനൊക്കെ പുതിയ ഡെഫിനിഷനാണ് അവർക്കുള്ളത്. നമ്മൾ ബൈബിളില് സ്വർഗീയ പിതാവിനെ, ദൈവത്തെ സ്വർഗീയ പിതാവ് എന്ന് വിളിക്കുന്നത് വാസ്തവത്തിൽ ഒരു പിതാവ് എന്നുള്ള അർത്ഥത്തിലല്ല. അതിനേക്കാൾ അപ്പുറം ഒരു പിതാവും ഒരു മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞ കാലത്ത് അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നുകൊണ്ടാ സ്വർഗീയ പിതാവെ അല്ലെ അപ്പച്ച എന്നൊക്കെ ദൈവത്തെ കുറിച്ച് സല്യൂട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചത്. ഇന്ന് അതൊന്നും പറഞ്ഞാൽ
നമ്മുടെ തലമുറയ്ക്ക് മനസ്സിലായല്ലോ. പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് ഇനിയും പോകുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണല്ലോ. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ബഹുമാനിക്കേണ്ടതല്ലേ? നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അവിടെയും ഇവർ ചെയ്യുന്നത് കണ്ടോ? ദൈവത്തിന്റെ ആ ചോദ്യങ്ങളോട് രണ്ട് മറുചോദ്യം ഇങ്ങോട്ട് ചോദിക്കുക. അവർ പറയുക, ഞങ്ങൾ എങ്ങനെയാണ് യഹോവയെ നിന്ദിച്ചത്? എങ്ങനെയാണ് ഞങ്ങൾ നിന്റെ ശുശ്രൂഷയെ മലിനമാക്കുന്നത്? പുരോഹിതന്മാരായി പറയുന്നെന്ന് ഓർക്കണം, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവർ. അവർ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നു, അവർ അവനെ യജമാനൻ എന്ന് വിളിക്കുന്നു. എന്നിട്ടും അവനെ ബഹുമാനിക്കാതെ അവരുടെ യാഗങ്ങൾ കൊണ്ടോ അവരുടെ ഭക്തി കൊണ്ടോ ഒന്നും അവര് അത് പ്രൂവ് ചെയ്യുന്നില്ല എന്ന് അവിടെ വ്യക്തമായി പറയുകയാണ്. യാഗസമ്പ്രദായത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടത് അവരുടെ കടമയായിരുന്നു. എന്നിട്ടും അവർ ദൈവത്തിന് കണ്ണു പൊട്ടിയതിനെയും മുടന്തും ദീനവുമുള്ളതിനെയും ഒക്കെ കൊണ്ട് അർപ്പിക്കുകയാണ്. അവരുടെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത് നമ്മൾ. യഹോവയുടെ മേശയെ അവർ നിന്ദ്യം എന്ന് പറയുകയും ചെയ്തു. അത്ഭുതകരമായ കാര്യം, ഇതൊക്കെ ചെയ്തിട്ടും തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ നിന്ദിക്കുന്നതായി ആ പുരോഹിതന്മാർ അറിഞ്ഞതേയില്ല. ഇതിനർത്ഥം അവരുടെ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ്. ദൈവവചനത്തിൽ നിന്നും അവർ വളരെ അകന്നുപോയിരിക്കുക. ഒരുപക്ഷെ അവർ തങ്ങളുടെ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി പോലും മനസ്സിലാക്കുന്നുണ്ടാകുകയില്ല. ഈ ആത്മീയച്യുതി ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിച്ചതല്ല കേട്ടോ. അവർ പതുക്കെ പതുക്കെ ദൈവനാമത്തെ നിന്ദിക്കുന്ന നിലയിലേക്ക് വഴുതി വീഴുകയായിരുന്നു. ദൈവവചന പ്രമാണത്തെ മറന്ന് ഈ ലോകത്തിന്റെ വശീകരണത്തിൽ കുടുങ്ങിയാൽ ഇസ്രായേലിലെ ഭക്തന്മാർക്കും പുരോഹിതന്മാർക്കും സംഭവിച്ചത് തന്നെ നമ്മൾക്കും സംഭവിക്കുമെന്നുള്ളൊരു ഭയസൂചനയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഭക്തിയുടെ പേരിൽ ദൈവത്തെ യാന്ത്രികമായി സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടാണോ നമ്മളൊക്കെ പോകുന്നതെന്ന് പരിശോധിക്കാൻ ദൈവാത്മാവ് ഇന്ന് ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുക. നമ്മളവനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നാം ദൈവത്തെ സ്വർഗീയ അപ്പച്ച എന്ന് വിളിക്കുന്നത് പോലെ അവന് ബഹുമാനം കൊടുക്കുന്നുണ്ടോ? അങ്ങനെ പറയുമ്പോഴല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ അതൊന്ന് പരിശോധിച്ച് ആത്മാർത്ഥയോടെ അർത്ഥം മനസ്സിലാക്കി പറയുമ്പോഴല്ലേ നമ്മുടെ സ്വർഗീയ പിതാവിന് മഹത്വമായി മാറുന്നത്. വാസ്തവത്തിൽ മലാക്കി പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കളുടെ അരികിൽ വന്ന ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മളോടൊന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? അവനെ അപ്പാ എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് അവരോട് പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും ദൈവത്തിന് നമ്മളോട് പറയാനുണ്ടായിരിക്കുമോ? സമ്പൂർണമായും ദൈവത്തിൽ അർപ്പിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇസ്രായേൽ ജനവും അവരുടെ പുരോഹിതന്മാരും കൂടെ ദൈവത്തോട് പാപം ചെയ്ത ആ കാര്യങ്ങളുടെ ഒരു വലിയ പട്ടിക ഈ മലാക്കി പ്രവചനത്തിന്റെ 4 അധ്യായങ്ങളിലായിട്ട് നമുക്ക് കാണാം. ബാബിലോണ്യ പ്രവാസത്തിൽ നിന്ന് അവരെ മടക്കി വരുത്തിയിട്ട് ഏതാണ്ട് 100 വർഷമേ ആയിട്ടുള്ളൂ. എത്ര വേഗത്തിലാണ് ദൈവത്തെ വിട്ട് പുരോഹിതന്മാരടക്കമുള്ള ഇവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതെന്ന് നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാകും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു പെന്തക്കോസ്തുകാരൻ എന്ന നിലയിൽ കേരളത്തിൽ പെന്തക്കോസ്തിന്റെ ഉണർവുണ്ടായിട്ടും ഏതാണ്ട് 100 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ എത്ര പെട്ടെന്നാണ് പിതാക്കന്മാരുടെ വഴിവിട്ട് നമ്മുടെ തലമുറയും ഇന്നത്തെ പെന്തക്കോസ്തുമൊക്കെ ഈ തരത്തിൽ അധപതിച്ചു പോയത്. നമ്മുടെ ഭക്തിയിൽ പലപ്പോഴും പ്രകടമാകുന്നത് ഭൗതികാഭിലാഷവും സ്വാർത്ഥ താല്പര്യങ്ങളുമല്ലേ? അത് ക്രിസ്തുവിൻ്റെതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഉപവാസ പ്രാർത്ഥന നടക്കണമെങ്കിൽ അത് നാട് മുഴുവൻ കൊട്ടിഘോഷിക്കണം. ലക്ഷങ്ങൾ മുടക്കി നടത്തിയ ഉപവാസ പ്രാർത്ഥനകൾ വരെ നമുക്കറിയാം. ഞാൻ അതിൻ്റെ ഒന്നും ഡീറ്റെയിലേക്ക് കടക്കുകയല്ലെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം സെക്കരിയ പ്രവചനം വായിച്ചപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു ഭാഗം അവിടെ 5-ാം വാക്യത്തിൽ കണ്ട് ഞാൻ അത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ചിന്തയോടുള്ള ബന്ധത്തിൽ അത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നോക്കണേ, അവിടെ ദൈവം, യഹോവയായ ദൈവം ജനത്തോടും പുരോഹിതന്മാരോടുമായിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ 70 സംവത്സരമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിച്ച് വിലപിക്കയിൽ
നിങ്ങൾ എനിക്ക് വേണ്ടി, അതായത് യഹോവയ്ക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത്? എത്ര വർഷമാണ്? 70 വർഷം അവർ ഉപവസിച്ചത്. അത് യഹോവയ്ക്ക് പ്രസാദമായിരുന്നില്ല എന്ന് അവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയുക. 13-ാം വാക്യത്തിൽ യഹോവ അരുളി ചെയ്യുന്നത്, ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നത് പോലെ തന്നെ അവർ നിലവിളിക്കും, ഞാൻ കേൾക്കയില്ല താനും എന്നാണ്. നോക്കണേ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവം കേൾക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ? പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും ഇനി ഉപവസിക്കേണ്ടതൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. യേശു കർത്താവ് വരെ ഉപവസിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ എത്രയധികം അത് ഗൗരവത്തോടെ ചെയ്യണം. നമ്മുടെ ഉപവാസത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ എന്ന് പരിശോധിക്കണം. അതിനായിട്ട് ഈ ആലോചനകളെ നിങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പറയുന്നത്. ഉപവാസത്തിൽ മാത്രമല്ല, നമ്മുടെ പാട്ടിലും പ്രസംഗത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും, എന്തിന് തിരുവത്താഴം കൈക്കൊള്ളുമ്പോൾ പോലും നാം ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാൻ നമ്മുടെ കാതുകൾ തുറക്കട്ടെ, ഹൃദയം തുറക്കട്ടെ. അങ്ങനെയായാൽ ദൈവം നമ്മുടെ നിലവിളി കേട്ട് ഉത്തരമരുളുമെന്നാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. നോക്കണേ, ഇവിടെ പറഞ്ഞു വരുമ്പോൾ നമ്മളോട് പറഞ്ഞത് തുടക്കത്തില് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നതെന്ന് ദൈവം തന്നെ അവരോട് പറഞ്ഞത് അവരെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് നോക്കണമെന്ന. അതിനുദാഹരണമായിട്ട് യാക്കോബിനെ പറയുകയാണ്. നമുക്കും അത് ഒന്ന് പരിശോധിച്ചാൽ, യാക്കോബിനെ തന്നെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നോക്കി അവനെ തെരഞ്ഞെടുത്ത് ദൈവം അവനെ കരുതി നടത്തുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ വളരെ വേഗം അതൊന്നുകൂടെ നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 28-ാം അധ്യായം 10 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ. യാക്കോബിന്റെ ചരിത്രം ഒരു നീണ്ട ചരിത്രമാണ്. ആ കഥ മുഴുവൻ പറഞ്ഞു പോവുകയല്ല. എന്നാൽ അവിടെ വെച്ചാണ് അവന് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തിട്ട് വീട്ടിലും നാട്ടിലും നിൽക്കാൻ കഴിവില്ലാതെ അവൻ ഭയപ്പെട്ട്, ജ്യേഷ്ഠനെ ഭയപ്പെട്ട് അവന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന രംഗം ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മൾ കാണുന്നത്. 10-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവനവിടെ നിന്ന് പുറപ്പെടുന്നതിനെ കുറിച്ചാണ്. പുറപ്പാട്, അവൻ പുറപ്പെട്ടു എന്ന് പറയുന്നു. എന്തൊരു പുറപ്പാടാത്! തിരിച്ചു വരാൻ, തിരിച്ചു നോക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു പുറപ്പാടായിരുന്നു യാക്കോബിൻ്റെത്. കാരണം തിരിച്ചു എന്നാൽ അപ്പൻ വീട്ടിൽ കയറ്റുമോ, അല്ല ആ ഏശാവ് അവനെ കൊന്നുകളയുമോ, ഒരിക്കലും അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ ആ യാത്രയിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മുടെ ഭാഷയിൽ ചിലപ്പോൾ ജീവിതത്തിലെ സൂര്യൻ അസ്തമിച്ചു എന്നൊക്കെ ഒരു പ്രയോഗമുണ്ടല്ലോ. അതുപോലെ ആയിരുന്നു വാസ്തവത്തിൽ അത്. അവന്റെ ജീവിതത്തില് അവൻ പുറകോട്ട് നോക്കി പ്രതീക്ഷകളൊന്നുമില്ലാതെ, മുന്നോട്ട് നോക്കിയാൽ അവിടെ എന്താകുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ അവനായിരിക്കുന്ന വഴിമധ്യത്തിൽ ഇതാ സൂര്യൻ അസ്തമിക്കുന്നു. അവന് അവിടെ നോക്കിയാൽ, ചുറ്റുപാടും നോക്കിയാൽ ആകെ കാണാൻ കഴിയുന്ന കുറെ പാറക്കഷ്ണങ്ങളാ. അവിടെയും പ്രതീക്ഷകളൊന്നുമില്ലാത്ത രാത്രി മാത്രം മുൻപിലുള്ള യാക്കോബ് അവിടെ എന്നാല് ഒരു പാറക്കഷ്ണം എടുത്തു വെച്ച് കിടന്ന് ഉറങ്ങിയ. അവിടെ എന്നെ ചിന്തിപ്പിച്ചത്, അവൻ സുഖമായി കിടന്നുറങ്ങി. എന്താണ് ആ സുഖമായി കിടന്ന് ഉറങ്ങാൻ കാരണം? കാരണം അവന് നല്ലൊരു സ്വപ്നം കണ്ടാ കിടന്നുറങ്ങിയ. നമുക്കറിയാലോ, ഈ നല്ല സ്വപ്നമൊക്കെ കാണുന്നത് നല്ല ഉറക്കത്തിലാണ്. അപ്പൊ നല്ല സുഖത്തോടെ അവൻ കിടന്ന് ഉറങ്ങിയ. ഈ ജീവിതയാത്രയിൽ നമുക്കും ഉണ്ടല്ലോ സ്വപ്നങ്ങൾ, അല്ലേ? എങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നത്? നോക്കണേ, ഇവിടെ യാക്കോബ് കണ്ട സ്വപ്നത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സ്വർഗീയ സ്വപ്നമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങളിൽ ഇങ്ങനെയുള്ള സ്വർഗീയ സ്വപ്നങ്ങളാണോ നമുക്കുള്ളത്? അതോ ഏതെങ്കിലും പേടി സ്വപ്നങ്ങളാണോ, ദുസ്വപ്നങ്ങളാണോ നമ്മൾ ഈ ജീവിതയാത്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്വപ്നങ്ങൾക്ക് മീതെ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അവിടെ യാക്കോബ് കണ്ട സ്വർഗത്തിന്റെ ആ ചിത്രത്തില് കോവേണിയുടെ മുകളിലായിട്ട് യഹോവ അവനോട് അരുളി ചെയ്യുന്ന രംഗമാണ് കാണുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് മീതെ, നമ്മുടെ സ്വപ്നങ്ങളെ വാസ്തവത്തിൽ നിയന്ത്രിക്കുന്നത് ദൈവമാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. 13-14 വാക്യങ്ങളിലേക്ക് അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത്, ആ സ്വപ്നത്തിലൂടെ അവന്റെ സന്തതിക്ക് മാത്രമല്ല
ഭൂമിയിലെ സകല വംശങ്ങൾക്കും അനുഗ്രഹം ലഭിക്കുമെന്ന് പറയുക. ഓക്കെ, തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ നമ്മൾ, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് അഭിമാനിക്കുന്നവരാണല്ലോ നമ്മൾ. ഈ യാത്ര നമുക്കറിയാം, ഇത് ക്രൂസിന്റെ യാത്രയാണ്. ഇടുക്കവും ഞെരുക്കവും ഉള്ള പാതയിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ചിലപ്പോഴെങ്കിലും ഇങ്ങനെ നമ്മുടെ യാത്രയിൽ, നമ്മുടെ വഴിയാത്രയിൽ നമുക്ക് സൂര്യൻ അസ്തമിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം, രാത്രിയുടെ സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. പ്രിയമുള്ള ദൈവജനമേ, നമുക്കെപ്പോഴും സ്വർഗീയമായ ദർശനങ്ങൾ കാണുവാനിടയാകട്ടെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനിടയാകട്ടെ. ദൈവം അവിടെ നമ്മൾക്ക് കാണുന്നത് യാക്കോബിനെ തെരഞ്ഞെടുത്തങ്ങ് വെറുതെ വിടുകയല്ല, അവനോടൊപ്പം അവന്റെ ജീവിതയാത്രയിൽ അവനോട് കൂടെ അനുദിനം സഞ്ചരിക്കുന്ന, അവനെ കരുതുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഞാനും നിങ്ങളോട് ഇന്ന് പറയുവാൻ, ഈ സന്ദേശത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ പുറകോട്ടൊന്ന് നോക്കിക്കേ. ഏതെല്ലാം ജീവിതത്തിന്റെ യാത്രകളിൽ, ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഇതുപോലെ അടുത്തു വന്ന് നമ്മെ ധൈര്യപ്പെടുത്തി, നമ്മോട് കൂടെയിരുന്ന് നമ്മെ, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്ത് നിത്യതയിലേക്ക് നിന്നെ ചേർത്തുകൊള്ളുമെന്നുള്ള ഉറപ്പ് നൽകി നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് ഓർക്കുവാനുണ്ട്. അതുകൊണ്ട് ഇന്നുള്ള ഏതെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ വേദനയിലോ കൂടി നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, അവിടെയും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അവിടെയും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട്, അപ്പാ ഐ ലവ് യു ടു എന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ട്, ആരാധനയുള്ള ഒരു ഹൃദയത്തോടെ, ബഹുമാനത്തോടെ അപ്പനെന്ന് വിളിക്കുമ്പോൾ അവന് അതിനുള്ള മഹത്വം കൊടുത്തുകൊണ്ട്, അത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അറിയണം കേട്ടോ. നാം ചുമ്മാ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ചുറ്റുപാടുമുള്ളവർക്ക് മനസ്സിലാകട്ടെ നാം ദൈവമക്കളാണെന്ന്. അതിലൂടെയാണല്ലോ ദൈവം മഹത്വമെടുക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ചുറ്റുപാടുമുള്ളവർ നമ്മളോട് പറയുമ്പോഴല്ലേ നമുക്ക് അഭിമാനം തോന്നുന്നത്, അതല്ലേ മഹത്വമായി മാറുന്നത്. അതുപോലെ ദൈവജനമേ, നമ്മളെക്കുറിച്ചുള്ള സാക്ഷ്യം ചുറ്റുപാടുമുള്ളവർ കേൾക്കുമ്പോൾ നാം ദൈവത്തിന്റെ മക്കളാണെന്നറിയുവാനും അതിൻ പ്രകാരം സ്വർഗീയ പിതാവ് നമ്മളിലൂടെ മഹത്വമെടുക്കുവാനും ഇടയാകട്ടെ. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നു എന്നുള്ളതായ സന്ദേശം ലഭിച്ചത് മലാക്കി പ്രവാചകനായിരുന്നു. അവനത് മറച്ചു വെച്ചില്ല, അവനത് അവരോട് പറഞ്ഞു. അവനത് പറഞ്ഞത് കൊണ്ട് ദൈവത്തിന്റെ ജീവനുള്ള പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചു. അത് എഴുതി വെച്ചത് കൊണ്ട് ഇന്ന് ദൈവാത്മാവ് ഇത് നമ്മളോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഈ സ്നേഹം അനുഭവിച്ച നമ്മൾ, ഈ അപ്പന്റെ മക്കളായി നമ്മൾ ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദരങ്ങളോട്, ഈ തകർന്നു കിടക്കുന്ന ഒരു സമൂഹത്തോട് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനും, ആ സ്നേഹം ദൈവം അവരെയും സ്നേഹിക്കുന്നുവെന്ന് അറിയിക്കുവാനുമുള്ള വലിയ ചുമതല നമുക്കില്ലേ? അതിനായും നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് വരും ദിവസങ്ങളിൽ നല്ല സ്വപ്നങ്ങൾ, സ്വർഗീയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഈ ജീവിത യാത്ര തുടരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ വചനം ഇവിടെ അവസാനിപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് us all. താങ്ക് യു. സ്നേഹിക്കുവാൻ ദൈവമേ എന്നുള്ളൂ നീ ചഞ്ഞ ഏഴയെന്നേ ഇത്രമേൽ സ്നേഹിക്കുവാൻ എൻ ദൈവമേ എന്തുള്ളൂ നീ ചഞ്ഞ നിൻരുധിരം തന്നെ വീണ്ടെടുപ്പാൻ ക്രൂശോളം നീ നിന്നെ താഴ്ത്തിയോ നിൻരുധിരം തന്നെ വീണ്ടെടുപ്പാൻ ക്രൂശോളം നീ
നിന്നെ താഴ്ത്തിയോ അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങെത്രയോ മഹോന്നതൻ അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങെത്രയോ മഹോന്നതൻ ഓ ദൈവമേ രാജാധിരാജ ദേവ ആദിയന്തം ഇല്ലാ മഹേശനേ സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ സാധു ഞാനും വീണു വണങ്ങുന്നേ ഓ ദൈവമേ രാജാധിരാജ ദേവ ആദിയന്തം ഇല്ലാ മഹേശനേ സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ സാധു ഞാനും വീണു വണങ്ങുന്നേ. ചേർന്ന് പാടാമോ? അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങെത്രയോ മഹോന്നതൻ അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ